ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പോക്കുവേലിന്റെ പൺപുൽഫയിൽ കുളിച്ചു നിൽക്കുന്ന കൈനഗിരി ഗ്രാമം. ഇളം തെന്നലിൽ ചാഞ്ചാടുന്ന നെൽക്കതിരുകൾ, വയലേലകളെ കീറി മുറിച്ചു പായുന്ന പുരികൾ, നനുത്ത പ്രശാന്ത സുന്ദരമായ ആ പ്രദേശം കണ്ടാൽ ഭാരതത്തിന്റെ വെന്നീസും കേരളത്തിന്റെ നല്ലറയും കടലിന്റെയും കായലിന്റെയും സംഗമസ്ഥാനവുമായ കുട്ടനാടിന്റെ കരയക്കുറിയിൽ, അതായത് കൈനഗിരിയിൽ മഹിമയേറിയ ചാവറ ഭവനത്തിൽ കുര്യാക്കോസിന്റെയും മറിയത്തിന്റെയും 6ാമത്തെ മകനായി 1805 ഫെബ്രുവരി 10 വിശുദ്ധ ചാവറയച്ചൻ പൂജാതരായി. കേരള ചരിത്രത്തിൽ സുവർണലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട പുണ്യദിനം. ബാല്യം മുതലേ അസാധാരണ ദൈവസ്നേഹത്താൽ വളർന്നു വന്ന കുര്യാക്കോസ് തന്റെ യൗവനത്തിൽ ദൈവം നൽകിയ വിളിയെ തിരിച്ചറിയുകയും അതിനോട് പ്രതിധരിക്കുകയും ചെയ്തുകൊണ്ട് സെമിനാരിയിൽ ചേർന്ന് തന്റെ വൈദിക പഠനം ആരംഭിച്ചു. തന്റെ സെമിനാരി ജീവിതത്തിനിടയിലെ മാതാപിതാക്കളുടെയും ഏക സഹോദരന്റെ മരണം കുര്യാക്കോസ് നേരിടേണ്ടി വന്ന ഒരു അഗ്നിപരീക്ഷയായിരുന്നു. എന്നിട്ടും ധീരതയോടെ ദൃഢനിശ്ചയത്തോടെ ദൈവം വിളിച്ചിടത്തേക്ക് കുര്യാക്കോസ് തിരിച്ചെത്തി. അനേകം വർഷങ്ങളുടെ കാത്തിരിപ്പിനും പരീക്ഷണത്തിനും ഒടുവിൽ ദൈവത്തിന്റെ ഒരു പുരോഹിതനായി കുര്യാക്കോസ് ചെമ്മാച്ചൻ അഭിഷേകം ചെയ്യപ്പെട്ടു. ദൈവമാണ് ചരിത്രത്തെ നിയന്ത്രിക്കുന്നതെന്ന് വെളിവാക്കിക്കൊണ്ട് 1831 മെയ് 31 CMI സഭയും 1866 ഫെബ്രുവരി 13 CMC സഭയും സ്ഥാപിച്ചു. പ്രസംഗ പീഠത്തിൽ ഒരു സിംഹമായിരുന്നു ചാവറയച്ചൻ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേരള സഭയിൽ ആഗമനം വലിയ വളർച്ചയ്ക്ക് കാരണമായി. അക്ഷരങ്ങളെ തൊട്ടറിയുകയും അറിവില്ലാതെ ആധ്യാത്മിക വളർച്ച ഉണ്ടാവില്ലെന്നും അനുഭവിച്ചറിഞ്ഞ ചാവറയച്ചൻ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിച്ചു. ഇന്ന് കേരള സഭ വിദ്യാഭ്യാസ രംഗത്ത് പ്രഥമ സ്ഥാനത്തെത്തിയെങ്കിൽ അതിന് വഴി തെളിച്ചത് ഈ ക്രാന്തദർശിയുടെ എടുത്തുചാട്ടമാണ്. വിദ്യാഭ്യാസ, കല, സാംസ്കാരിക എന്നീ രംഗങ്ങളിൽ കഴിവ് പ്രകടിപ്പിച്ച ഈ വിശുദ്ധന് ഒരു ബാക്കിയുള്ള കേരള നവോത്ഥാന ചരിത്രം കേവലം അപൂർണമാണ്. മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യമായ അനസ്താക്സിയായുടെ രക്തസാക്ഷിത്വം, ആത്മാനുതാപം, ദാനസല്ലാപങ്ങൾ, നല്ലപ്പന്റെ ചാവരുൾ എന്നിവയെല്ലാം സാഹിത്യ ലോകത്തിന് വലിയ മുതൽക്കൂട്ടാണ്. ഇങ്ങനെ ഭക്തി, ജ്ഞാനം, കർമ്മം എന്നീ 3 മാർഗങ്ങളിലൂടെ കുട്ടനാടിൽ നിന്ന് മാനാനത്തേക്കും മാനാനത്തിൽ നിന്ന് കുഞ്ഞുമാഴിയിലേക്കും നീളുന്ന 66 വർഷത്തെ തീർത്ഥയാത്ര. അതെ, 6 പതിറ്റാണ്ട് നീളമുള്ള ഒരു പുണ്യചാവമലയായിരുന്നു ചാവറയച്ചന്റെ ജീവിതം. അതിലെ അത്ഭുതങ്ങളായിരുന്നു ഓരോ മുത്തുകളും. വിശ്വസ്തവും വിശുദ്ധയുമായ ജീവിതം നയിച്ച കർമ്മയോഗിയും എല്ലാത്തിനും ഉപരിയായി നല്ലൊരു അപ്പനുമായി കേരള സഭയിൽ വിരാജിച്ചവൻ. സ്വജീവിതത്തെ ചൈത്യത്തിന്റെ താളുകളിൽ കുറിച്ച ഈ പുണ്യാത്മാവിന്റെ ജീവിതം 1871 ജനുവരി 3 സ്വർഗീയ സമ്മാനത്തിന് വിളിക്കപ്പെട്ടു. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട് ഗണത്തിലേക്ക് ഉയർത്തിയ ചാവറയച്ചനെ ഫ്രാൻസിസ് മാർപ്പാപ്പ 2014 നവംബർ 23 വിശുദ്ധയുടെ ഗണത്തിലേക്ക് ഉയർത്തി. കാലഘട്ടത്തിന്റെ അതിരുകളെ ഭേദിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമ, മരിച്ചിട്ടും മനസ്സുകളിൽ മരിക്കാതെ എന്നും ജീവിക്കുന്നവൻ. ഈ ധന്യാത്മാവിന്റെ ധന്യചൈതന്യം തൊട്ടനുഭവിച്ച് ആ ഹൃദയത്താലും ഏറ്റുവാങ്ങിക്കൊണ്ട് വിശുദ്ധിയുടെ പടവുകൾ ലക്ഷ്യമാക്കി നമുക്ക് മുന്നേറാം. അതിനായി ചാവറയച്ചൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.